ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ബയോളജിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്, നാഡീ വ്യവസ്ഥയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ കുറച്ചുകൂടി എങ്ങനെയാണ് ഈ നാഡീ വ്യവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. അതായത് നമ്മൾ നാഡീ വ്യവസ്ഥ എന്താ പറഞ്ഞത്, എന്തായിരുന്നു നാഡീ വ്യവസ്ഥ, നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഏതൊക്കെയോ ഇമ്പൾസ് എവിടെ നിന്നൊക്കെയോ എന്തെത്തുന്നു, ബ്രെയിനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ബ്രെയിൻ തിരിച്ച് മെസ്സേജ് ഇങ്ങോട്ട് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ആരാണിത് സ്വീകരിക്കുക? സ്റ്റിമുലസിനെ സ്വീകരിക്കുന്നു. ആര് സ്വീകരിക്കുന്നു? റിസപ്റ്റേഴ്സ് സ്വീകരിക്കുന്നു. റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ സ്വീകരിച്ച് ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. പക്ഷേ നമ്മൾ അവിടെ ഒന്നും പറഞ്ഞില്ല എവിടെയാണ് റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്, ഗ്രാഹികൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിലുടനീളം നമ്മൾ പറയാൻ പോകുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന്, പുറത്തുള്ള നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന്, ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് ഉദ്ദീപനങ്ങൾ എന്തിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുക, അതെങ്ങനെയാണ് ബ്രെയിനിലേക്ക് എത്തുന്നത്, അതായത് എന്തിലൂടെ സ്വീകരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ പല സിനിമ, ഇപ്പൊ നമുക്ക് അടുത്ത് കഴിഞ്ഞ മാസം രാജമലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി, ഒരു മണ്ണിടിച്ചിലുണ്ടായി, ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടു അല്ലേ. ഇപ്പോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പത്രത്തിൽ കണ്ടതാണ്, അല്ലെങ്കിൽ പത്രത്തിലെ ന്യൂസിലൊക്കെ വളരെ വലിയൊരു വാർത്തയായിരുന്നു. ഒരു നായ തെരഞ്ഞു പിടിച്ച് അതിന്റെ യജമാനെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അത്രയും മനുഷ്യർ അവിടെ ഒരുപാട് തിരച്ചിൽ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഒരു നായയ്ക്ക് പെട്ടെന്ന് അയാളുടെ ഒരു മനുഷ്യന്റെ ശരീരത്തെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത്? നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻസിൽ ക്രൈംസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കള്ളനെ പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നായ ഉപയോഗിക്കുന്നത്, ഡോഗ്സിനെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ജീവിയെ മാത്രം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പോയി എന്തുകൊണ്ട് മണം പിടിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്താണ് നായയെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം? ഇവിടെയാണ് നായയുടെ ഇമ്പോർട്ടൻസ്, ഡോഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നായക്കാണ് നമ്മുടെ ചുറ്റുമുള്ള ജീവികളുടെ ഏറ്റവും കൂടുതൽ സ്മെല്ലിംഗ് കപ്പാസിറ്റി, അഥവാ മണത്ത് കണ്ടുപിടിക്കാൻ, നമ്മുടെ ഗന്ധഗ്രാഹികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർക്കാണ്? ഇത്തരത്തിൽ ഈ ഡോഗ്സിനാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഡോഗ്സിനെ ഉൾപ്പെടുത്താൻ കാരണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഗ്രാഹികളുണ്ട്. എവിടെയാണ് ഈ ഗ്രാഹികൾ കാണപ്പെടുന്നത്? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ഗ്രാഹികളും കാണപ്പെടുമോ? ഇല്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ റിസപ്റ്റേഴ്സും കാണപ്പെടുന്നില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം, ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഗ്രാഹികൾ കാണപ്പെടുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. നിങ്ങൾക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെ? നമ്മൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി അല്ലേ. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി അല്ലേ. ഐസ്, ഇയേഴ്സ്, നോസ്, സ്കിൻ ആൻഡ് ടങ്. ഇത്തരത്തിൽ ഈ 5 ഇന്ദ്രിയങ്ങളിലും 5 സെൻസ് ഓർഗൻസിലുമായിട്ടാണ് ആരുള്ളത്? റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊക്കെ ഗ്രാഹികളാണ് ഇത്തരത്തിലുള്ള സെൻസ് ഓർഗൻസിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ കാണപ്പെടുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിൽ കാണപ്പെടുന്ന ഗ്രാഹികൾ ഏതൊക്കെയാണ്, റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ പറയുവാണ് ഐ, കണ്ണ് എന്ന് പറയുന്ന നമ്മുടെ സെൻസ് ഓർഗനിൽ, നമ്മുടെ ജ്ഞാനേന്ദ്രിയത്തിൽ കാണപ്പെടുന്ന ഗ്രാഹികൾ പറയുന്ന പേരാണ് പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ്. പ്രകാശഗ്രാഹി അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ അടുത്ത ഒരാളാണ് ഇയർ അഥവാ ചെവി എന്ന് പറയും. ചെവി, ഇയറിൽ കാണപ്പെടുന്ന ഗ്രാഹികളാണ് നമ്മുടെ ശബ്ദഗ്രാഹി അഥവാ സൗണ്ട് റിസപ്റ്റേഴ്സ്. ഇനി അടുത്ത ഏതാ? ടങ്. നാക്കിൽ കാണപ്പെടുന്ന ഏതായിരിക്കും? ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, സ്വാദഗ്രാഹികൾ. ത്വക്കിൽ കാണപ്പെടുന്ന വിവിധ തരം ഗ്രാഹികൾ, ത്വക്കിൽ, സ്കിന്നിൽ പലതരം ഗ്രാഹികൾ കാണപ്പെടുന്നത്. മൂക്കിലാണെങ്കിലോ സ്മെൽ റിസപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹികൾ. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മുടെ റിസപ്റ്റേഴ്സ് നമുക്ക് ഇതിൽ പറയാം. ഇത്തരം 5 റിസപ്റ്റേഴ്സ് ആണ്, 5 സെൻസ് ഓർഗൻസിലായി പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് കാണപ്പെടും. അപ്പൊ ഇത്തരത്തിലുള്ള റിസപ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, നമ്മൾ എൻവയോൺമെന്റിൽ, എക്സ്റ്റേണൽ അഥവാ ഇന്റേണൽ എൻവയോൺമെന്റിൽ നമ്മൾ സ്വീകരിക്കുന്ന എന്താണ്, നമ്മുടെ റെസ്പോൺസിന് കാരണമായിട്ടുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ
സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് റെസ്പോൺസ് സ്റ്റിമുലസ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റിമുലസുകളെല്ലാം റിസീവ് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞു? ഇത്തരത്തിലുള്ള നമ്മുടെ റിസപ്റ്റേഴ്സ് ആണ്. ഈ റിസപ്റ്റേഴ്സ് അവിടെ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഓരോ സെൻസ് ഓർഗൻസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അത് ആദ്യത്തെ ഭാഗമാണ് ഐ, കണ്ണ്, നേത്രം. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ സെൻസ് ഓർഗൻസിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയാം? നമുക്കറിയാം എല്ലാം തുല്യ പ്രാധാന്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സെൻസ് ഓർഗൻസിൽ പ്രാധാന്യമുള്ള ഒരാളാണ് ആര്? നമ്മുടെ കണ്ണ് അഥവാ നേത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ചുറ്റുപാടുള്ള നമ്മുടെ സെൻസേഷൻസിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗത്തിൽ അധികവും നമുക്ക് ലഭിക്കുന്നത് എന്തിലൂടെയാണ്? നമ്മുടെ കണ്ണിലൂടെയാണ്, നേത്രത്തിലൂടെയാണ്, ഐസിലൂടെയാണ്. ഓക്കെ, അപ്പോ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇയാളെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് വേണം നമുക്ക് നിർത്താൻ, വളരെയധികം സംരക്ഷണം നിർത്തണം. അപ്പൊ ഇതിന് ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതാണ് നമുക്കറിയാം, നമ്മളിവിടെ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുഭാഗം ഒരു ബോൺ കേജ് അഥവാ ഒരു എല്ലുണ്ട് അല്ലെ? അതിനുള്ളിൽ ഒരു കുഴിയിലാണ് ഇത് കാണപ്പെടുന്നത്. ആ കുഴിയെ പറയുന്ന പേരാണ് ഐ സോക്കറ്റ്. ഐ സോക്കറ്റ് അഥവാ നേത്രകോടൽ. ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുഴിയാണ് ഇവിടെ അല്ലേ, ഒരു സോക്കറ്റ് ആണ്. ആ സോക്കറ്റിൽ ഒരു ബോൾ പോലെ സാധനം ഇട്ട് വെച്ചിരിക്കണം. അപ്പൊ ഈ സോക്കറ്റിന് പറയുന്ന പേരാണ് ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം. ദെൻ രണ്ടാമത്തെ ഒരു ഭാഗം നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ഐ ലാഷസ്. പുരികം, ഐ ലാഷസ് എന്ന് പറയും അല്ലേ? അപ്പോ ഐ ലാഷസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള? നമുക്കറിയാം പല ഇപ്പോ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവര് എന്താ മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇതുപോലെ ഐ ലാഷസിലൊക്കെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ നടക്കില്ല, ആൺകുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബ്യൂട്ടി പർപ്പസ് ആണോ നമ്മുടെ ഈ പുരികം എന്ന് പറഞ്ഞാൽ? നമ്മുടെ സൗന്ദര്യവൽക്കരണം, ഈസ്തെറ്റിക് സെൻസിന് വേണ്ടി നമ്മുടെ സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടൊരു ഒരു ഭാഗമാണ് ഇത്. ഇത് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ, നമ്മുടെ ഐനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള ഒരു മെക്കാനിസമാണിത്. അപ്പൊ അതങ്ങനെ ദൈവം തന്നിട്ട് അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് കണ്ണിനെ സംരക്ഷിക്കാനാണ്. അത് മുഴുവൻ വെട്ടിക്കളഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, കണ്ണിന് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ അവിടെ ലഭിക്കില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ? ഐ ലാഷസിന്റെ പ്രൊട്ടക്ഷൻ എന്താണ്? എന്ത് പ്രൊട്ടക്ഷൻ ആണ് ഇവര് ഐക്ക് തരുന്നത്? കണ്ണിന് എന്ത് പ്രൊട്ടക്ഷൻ തരുന്നത്? നമുക്കറിയാം നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കുന്ന ആൾക്കാരാണ്, അതുപോലെ വിയർക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ എണ്ണ അമിതമായി തേച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിയർത്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ തലയിൽ നിന്ന് വിയർപ്പ് അല്ലെങ്കിൽ എണ്ണ തുള്ളികളൊക്കെ ചിലപ്പോൾ ഈ നെറ്റിലൂടെ ഒലിച്ച് ഇങ്ങോട്ട് വരാം, നേരെ കണ്ണിലേക്ക് വന്ന് വീഴാം. അപ്പൊ ഇത്തരത്തിൽ ഇതൊക്കെ കണ്ണിലേക്ക് വന്ന് വീണാൽ കണ്ണിന് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഒലിച്ചിറങ്ങുന്ന എണ്ണ പദാർത്ഥങ്ങൾ അഥവാ നമ്മുടെ ഈ സ്വെറ്റിനെയൊക്കെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒരാളാണ് ഐ ലാഷസ് അഥവാ പുരികം എന്ന് പറഞ്ഞാൽ. then അടുത്തതാണ് ഐലിഡ്. കൺപോളം. ഐലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ അടക്കുന്ന ഈ ഭാഗം അല്ലേ, ഈ ഭാഗത്തെ നമ്മൾ എന്താ പറയുക, കൺപോള എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് ഒരു പ്രാണികളോ അല്ലെങ്കിൽ വല്ല പൊടിപടലങ്ങളോ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഒബ്ജക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കും. അങ്ങനെ കണ്ണിനെ സംരക്ഷിച്ച് നിർത്താൻ ഉള്ള ആളാണ് ഐലിഡ്. then അടുത്തത് ഐബ്രോ. കൺപീലി. ഐബ്രോ അഥവാ കൺപീലി. ഇതും എന്തിനാണ്? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ചില പ്രാണികളോ പൊടിപടലങ്ങളോ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ തടഞ്ഞു നിൽക്കും. ഈ ഐബ്രോയില് പീലി പോലുള്ള ഈ ഭാഗത്ത് എന്ത് ചെയ്യും? തടഞ്ഞ് നിർത്തും. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള. ഇനി അടുത്തതാണ് ടിയേഴ്സ്. കണ്ണുനീർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കണ്ണുനീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കരയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണിൽ നിന്ന് വെള്ളം വരില്ലേ? അപ്പൊ അതാണ് കണ്ണുനീർ. എന്താണ് കണ്ണുനീരിന്റെ ധർമ്മം? കണ്ണുനീർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കണ്ണുനീർ. നമ്മുടെ കണ്ണിലേക്ക് പലതരം നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഒരുപാടുണ്ട്. ഇതെല്ലാം കണ്ണിലൂടെയൊക്കെ പ്രവേശിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ജേംസ്, ചെറിയ രോഗാണുക്കളൊക്കെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിലുള്ള ഒരു പദാർത്ഥമാണ് എന്ത്? ടിയേഴ്സ്. അതിനുവേണ്ടി രോഗാണുക്കൾ പാത്തോജൻസ് വന്നു കഴിഞ്ഞാൽ ആ പാത്തോജൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി കണ്ണിൽ ടിയേഴ്സിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ലൈസോസൈം.
ലൈസോസൈം. ലൈസോസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീരിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ആണ് അല്ലേ, ടിഎസിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ആണ്, രാസാഗ്നിയാണ് ഇത് ലൈസോസൈം. ഏതെങ്കിലും രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും പാത്തോജൻസ് വന്നു കഴിഞ്ഞാൽ ആ പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ആര്? ലൈസോസൈം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യണം, അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഒരുപാട് പൊടിയടിക്കും, നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ എന്ത് ചെയ്യുന്നു, ഈ ടിഎസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? വണ്ടിയിൽ ബൈക്കിലൊക്കെ നമ്മളിങ്ങനെ തുറന്നു പോകുന്ന സമയത്ത് ഒരുപാട് പൊടിപടലങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് വരാം. ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദാർത്ഥം കൂടിയാണ് ആര്? നമ്മുടെ ടിഎസ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അതുപോലെ ഒരു ഭാഗമുണ്ട് കൺജക്റ്റീവ. കൺജക്റ്റീവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്ട്രക്ചർ പഠിക്കും. കൺജക്റ്റീവ കണ്ണിലെ ഏറ്റവും പുറമേ ഉള്ള ഒരു ഭാഗമാണ് കൺജക്റ്റീവ. ഈ കൺജക്റ്റീവയുടെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, നമ്മൾ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ എപ്പോഴും ഒരു ചെറിയ ഒരു കൊഴുപ്പ് പോലെ മ്യൂക്കസ് പോലെ ഒരു സംഭവം അവിടെ കാണപ്പെടുന്നു. ഒരു നനവ്, ചെറിയ നനവ് അവിടെ കാണപ്പെടുന്നു. എപ്പോഴും ഈ ഒരു നനവ് അവിടെ കണ്ണിലുണ്ടായിരിക്കും. ഈ ഒരു നനവ് കണ്ണിന് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? കൺജക്റ്റീവ്. ഒരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഈ കൺജക്റ്റീവ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കണ്ണ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ, ഡ്രൈ ആയാൽ ഈ കണ്ണിന്റെ ഭാഗങ്ങളിൽ നിന്ന് നശിച്ചു പോകും. അപ്പൊ ഡ്രൈ ആകാതെ അതിനെപ്പോഴും ഒരു വെറ്റ് കണ്ടീഷൻ നിലനിർത്താൻ സഹായിക്കുന്ന ആളാണ് ആര്? കൺജക്റ്റീവ് എന്നത്. അപ്പൊ ഇത്രയുമാണ് ഐ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഓഫ് ഐ. കണ്ണിന്റെ സംരക്ഷണ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ സോക്കറ്റ്, ഐ ലാഷസ്, ഐലിഡ്, ഐബ്രോ, ടിയേഴ്സ് ആൻഡ് കൺജക്റ്റീവ. അല്ലേ? നേത്രകോടരം, പുരികം, കൺപോള, കൺപീലി, ലൈസോ, അത് കൺജക്റ്റീവ. ഇത്രയാണ് കണ്ണിലെ ഭാഗം. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ആദ്യത്തെ സെൻസറുമായിട്ടുള്ള കണ്ണിന്റെ, ആദ്യത്തെ പഞ്ചേന്ദ്രിയമായിട്ടുള്ള കണ്ണിന്റെ സ്ട്രക്ചറാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കണ്ണിന്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. ചിത്രം വരയ്ക്കാനും ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും 4 മാർക്കിന്റെ ചോദ്യമാണ്. സുഖമായിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യമാണിത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കണ്ണിന് ഒരുപാട്, നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാഠത്തിൽ അങ്ങനെ കുറേ ടേംസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇത്തരം ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ ഒന്ന് എഴുതിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അത് കിട്ടും, വായിച്ച് പഠിച്ചാൽ കിട്ടും കേട്ടോ. നോക്കാം കണ്ണിന്റെ ഒരു സ്ട്രക്ചർ. കണ്ണ് നമുക്കറിയാം, നമ്മൾ കണ്ണിന്റെ പുറത്ത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കാണുന്നത്. ഒരു ചെറിയ പുറത്തേക്ക് ഒരു പ്രൊട്രൂഡിങ് ഭാഗത്ത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്ര ഉള്ളൂ ശരിക്കും നമ്മുടെ കണ്ണ്? അല്ല, ഇതിന്റെ പുറകിലേക്കും ഒരുപാട് ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഗോളാകൃതിയിൽ, ഒരു സ്പെറിക്കൽ ഷേപ്പിൽ നമ്മുടെ ഈ ഐ സോക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ഗോട്ടി ഇട്ട് വെച്ച ഒരു ബോർഡ്, ചെറിയൊരു ബോർഡ് ഇട്ട് വെച്ച പോലെയാണ് ആരിക്കുന്നത്? നമ്മുടെ ഈ ഒരു കണ്ണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ കണ്ണിന്റെ ഏകദേശം ഒരു ഭാഗം. കണ്ണിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. കണ്ണിന്റെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം അല്ലേ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം അല്ലേ. കണ്ണിന്റെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗത്തെ പറയുന്ന പേരാണ് കോർണിയ. കോർണിയ ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ, കണ്ണിന് 3 പാടുകൾ, അതായത് 3 ലെയർഡ് പാർട്ടാണ് നമ്മുടെ കണ്ണിന്. കണ്ണിന് 3 പാടുകൾ, 3 ലേയേഴ്സ് കാണപ്പെടുന്നത്. 3 ലേയേഴ്സ് ആണ് കണ്ണിന് കാണപ്പെടുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്, ദെൻ മിഡിൽ ലെയർ ഉണ്ട്, ഇന്നർ മോസ്റ്റ് ലെയർ ഉണ്ട്. ഇതിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം, ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറയുന്നത് ദൃഢപടലം. സ്ക്ലീറ അഥവാ ദൃഢപടലം, ഏറ്റവും പുറത്തുള്ള പാളിയാണ് സ്ക്ലീറ. ദെൻ രണ്ടാമതായിട്ട് കാണപ്പെടുന്ന നടുക്കുള്ള മെംബ്രെയിൻ, മിഡിൽ മെംബ്രെയിൻ, നടുക്കുള്ള മെംബ്രെയിൻ ആണ് ഇത് കൊറോയിഡ് അഥവാ രക്തപടലം. ഇനി ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ഇങ്ങനെ 3 പാളികൾ, 3 ലെയേഴ്സ് ആണ് നമ്മുടെ കണ്ണിൽ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഏതാണ്? സ്ക്ലീറ, ദെൻ കൊറോയിഡ്, റെറ്റിന, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇപ്പൊ നോക്കുക, ഏറ്റവും പുറത്തുള്ള പാളി എന്ന് പറയുമ്പോൾ തന്നെ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അതിന്റെ ധർമ്മം? എല്ലാത്തിന്റെ ഏറ്റവും പുറത്തുള്ളത് എന്തായിരിക്കും? ഇപ്പൊ നമ്മളൊരു പുസ്തകം നമ്മൾ പൊതിയുന്നു അല്ലേ, അപ്പൊ ആ പൊതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കവറിങ് എന്താണ്? ആ പുസ്തകത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനെ, ഐയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ലെയർ ആണ് ഇത് സ്ക്ലീറ എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഇറ്റ് പ്രൊവൈഡ്സ് ഷേപ്പ് ടു ഐ. നമുക്കറിയാം ഐന് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട് അല്ലേ, ഒരു സ്പെറിക്കൽ ഷേപ്പ് ഉണ്ട്. ഈ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന ആളുമാര് തന്നെയാണ് സ്ക്ലീറ അഥവാ ദൃഢപടലമാണ്. അപ്പൊ കണ്ണിനെ ഒരു പ്രത്യേക ആകൃതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. മാത്രമല്ല കണ്ണിന് ആവശ്യമുള്ള സംരക്ഷണം നൽകുന്നു. ഇതെല്ലാം ആരുടെ ധർമ്മമാണ്? സ്ക്ലീറയുടെ ഫംഗ്ഷൻ ആണ്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ നടുക്കുള്ള ഭാഗമാണ് കൊറോയിഡ്.
അപ്പൊ ഈ സ്ക്ലീറ ഉണ്ടാക്കിയിട്ടുള്ളത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ യോജക കലകൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്ക്ലീറ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കൊറോയിഡ് അഥവാ രക്തപടലം, പേരിൽ തന്നെയുണ്ട്, മലയാളം മീഡിയക്കാർക്കാണ് പേരിൽ തന്നെയുണ്ട് രക്തപടലം. എന്തായിരിക്കും? രക്തക്കുഴലുകൾ, ബ്ലഡ് വെസൽസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് കൊറോയിഡ്. അപ്പൊ കണ്ണിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊണ്ടുവരുന്ന ബ്ലഡ് ഏത് ലെയറിലാണുള്ളത്? കൊറോയിഡ് രക്തപടലത്തിലാണുള്ളത്. അതുപോലെ മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ റെറ്റിന അഥവാ ദൃഷ്ടിപടലം. മലയാളത്തിൽ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ റെറ്റിന എന്ന് തരാറുണ്ട്, ചിലപ്പോൾ ദൃഷ്ടിപടലം എന്ന് തരും. മലയാളം ദൃഷ്ടിപടലമാണ്. റെറ്റിന എന്ന് പറഞ്ഞാലും മലയാളം മീഡിയം ശ്രദ്ധിക്കുക, എന്താണ് കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗത്തെ പറയുന്ന പേരാണെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗം നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണില് അഥവാ സെൻസ് ഓർഗൻസിൽ കുറെ ഇതുണ്ട്, റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്, ഗ്രാഫുകൾ കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രാഫികളൊക്കെ നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ണിൽ കാണപ്പെടുന്ന ഗ്രാഫി ഏത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഏതായിരുന്നു? പ്രകാശഗ്രാഹി അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. പ്രകാശഗ്രാഹി അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? നമ്മുടെ റെറ്റിനയിൽ, ദൃഷ്ടിപടലത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രകാശഗ്രാഹി അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടും. ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ഐ ആണ് ഇത് നമ്മുടെ റെറ്റിന. അപ്പൊ ഇതാണ് കണ്ണിലെ 3 പാളികൾ, 3 layers ഓഫ് ഐസ്. ഏതൊക്കെയാ? സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. നോക്കുക, സ്ക്ലീറയുടെ ഭാഗമായി പുറത്തേക്ക് പള്ളി നിൽക്കുന്ന ഈ ഭാഗം, പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗം, നമുക്കറിയാം ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കാണുന്നു കണ്ണില്. അങ്ങനെ നമ്മൾ പുറമേ കാണുന്നത് സ്ക്ലീറയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പുറത്തേക്ക് പ്രൊട്രൂഡ് നിൽക്കുന്ന ഭാഗത്തെ പറയുന്ന പേര് കോർണിയ. കോർണിയ ആണ്. എന്താണ് കോർണിയയുടെ ഫംഗ്ഷൻ? കോർണിയയുടെ ഫംഗ്ഷൻ allows light to enter into the eye. നമ്മുടെ ലെൻസിലേക്ക് അഥവാ കണ്ണിനകത്തേക്ക് ലൈറ്റിനെ എൻ്റർ ചെയ്യാൻ, കടത്തി വിടാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് കോർണിയ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? കോർണിയ. ഇനി നോക്കുക, നമുക്കറിയാം നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം എത്തണം അല്ലേ? ഉള്ളിലേക്ക് എത്തണം. നോക്കാൻ ശ്രമിക്കാം. കണ്ണിലെ കോർണിയ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൊരു ലെൻസ് കാണപ്പെടുന്നുണ്ട് അല്ലേ? ലെൻസ് കാണപ്പെടുന്നുണ്ട്, കണ്ണിൽ കാണപ്പെടുന്ന ഒരു ലെൻസ്. കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? നമുക്കറിയാം, നിങ്ങൾ പലതരത്തിലുള്ള ലെൻസ് പഠിച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് പഠിച്ചിട്ടുണ്ട്. കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുക. കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൽ കാണപ്പെടുക. പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺവെക്സ് ലെൻസിന് മുൻപിലായിട്ട് ചെറിയൊരു ഡാർക്ക് പോർഷൻ 2 ഭാഗം ഇവിടെ വരുന്നുണ്ടോ? ഈ ഭാഗത്തെ പറയുന്ന പേരാണ് ഐറിസ്. ഐറിസ് എന്ന് പറയും. ഒരു ഡാർക്ക് കളറില്, ഒരു ഇരുണ്ട നിറത്തില് ലെൻസിന്റെ മുൻപിലായി കാണപ്പെടുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഐറിസ്. അപ്പൊ നിങ്ങളോട് സംശയം, എന്താണ് ഈ ഭാഗം ഡാർക്ക് കളറിൽ കാണുന്നത്? ഈ ഭാഗം എന്തുകൊണ്ടാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം? ഇത് ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്തായിരിക്കും? ഇത് ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം ഇതിലൊരു വർണ്ണവസ്തു, ഒരു പിഗ്മെന്റ് കാണപ്പെടുന്നു. ആ പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ. മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഇവിടെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഐറിസ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം, ഡാർക്ക് കളറിൽ അത് കാണപ്പെടാൻ കാരണം. ഇനി നോക്കുക, ഐറിസ് ഒഴികെ, ഐറിസ് ഈ 2 ഭാഗത്തേ വരുന്നുള്ളൂ. ഐറിസിന് ഇടയിൽ ഇവിടെ ചെറിയൊരു പോർഷൻ ഉണ്ട്, ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ. ഈ ചെറിയ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. എന്ന് പറയുന്ന ഈ ഐറിസിന്റെ ഇടയിൽ ലെൻസിലേക്ക്, അപ്പൊ പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇതിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തട്ടിക്കഴിഞ്ഞ ഉള്ളിലേക്ക് പോവോ? ഇല്ല. ഇവിടെ തട്ടി ഉള്ളിലേക്ക് പോവോ? ഇല്ല. ലൈറ്റ് എന്തിലൂടെ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുള്ളൂ? ഈ കാണുന്ന ഈ ഒരു പോർഷനിലൂടെ മാത്രമേ ലൈറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് പ്യൂപ്പിൾ. അപ്പൊ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന പാർട്ട് ഏതാണ്? പ്യൂപ്പിൾ ആണ്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ്, ഐറിസിന് ഇടയിലുള്ള ഭാഗമാണ് നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അകത്ത് നമ്മുടെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഇത് റെറ്റിന എന്ന് പറഞ്ഞാൽ. ഈ റെറ്റിനയിലെ ഒരു ചെറിയ ഒരു പോർഷൻ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഈ പോർഷനെ പറയുന്ന പേരാണ് യെല്ലോ സ്പോട്ട്.
പീതബിന്ദു എന്നറിയപ്പെടുന്നത് യെല്ലോ സ്പോട്ട് പീതബിന്ദു. എന്താണ് പീതബിന്ദു? നമുക്കറിയാം ഈ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ ഏറ്റവും ഉള്ളിലുള്ള പാളിയായിട്ടുള്ള റെറ്റിനയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്, റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്, ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഈ റെറ്റിനയിലാണ്. ഈ റെറ്റിനയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റർ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് യെല്ലോ സ്പോട്ട്. അപ്പൊ യെല്ലോ സ്പോട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? റെറ്റിനയിലെ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു. ദെൻ അടുത്തൊരു ഭാഗമാണ് ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട്. അന്ധബിന്ദു. അപ്പൊ പേര് തന്നെ ഉണ്ട് അന്ധബിന്ദു. എന്തായിരിക്കും? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഒന്നും കാണപ്പെടാത്ത, ഫോട്ടോ റിസപ്റ്റേഴ്സ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗം യെല്ലോ സ്പോട്ടും, ഒരു ഫോട്ടോ റിസപ്റ്റർ ഇല്ലെങ്കിൽ എന്തായിരിക്കും? അത് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പൊ എവിടെയാണ് ബ്ലൈൻഡ് സ്പോട്ട്? ഇതെന്താ ഈ സാധനം? നമുക്കറിയാം കണ്ണിലുണ്ടാകുന്ന കണ്ണിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന എന്താ? റിസീവ് ചെയ്ത് എന്താണ്? നമ്മൾ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു. ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് ആ സ്റ്റിമുലസിനെ എവിടെ എത്തിക്കണം? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കണം. ആ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ഭാഗമാണിത്. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഒപ്റ്റിക് നെർവ്. നേത്രനാഡി എന്ന് പറയുന്നത്. അപ്പൊ നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗത്ത് ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ പോർഷനിലാണ് ആര് കാണപ്പെടുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, ഒരു ലൈറ്റിലൂടെ വന്ന് ലൈറ്റ് നേരെ വന്ന് ഇവിടെയാണ് പതിക്കുന്നതെങ്കിൽ, ഇവിടെയാണ് വീഴുന്നതെങ്കിൽ നമുക്ക് കാഴ്ച കിട്ടുമോ? കാഴ്ച കിട്ടില്ല. ലൈറ്റ് മാക്സിമം എവിടെ പതിക്കണം? യെല്ലോ സ്പോട്ടിലാണ് പ്രധാനമായിട്ട് ലൈറ്റ് പതിക്കുന്നത്. അപ്പോഴാണ് കൃത്യമായി നമുക്ക് കാഴ്ച ഉണ്ടായിരിക്കുള്ളൂ. അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇതിലെ ഭാഗങ്ങൾ. അപ്പൊ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ പേരല്ല ചോദിക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഫംഗ്ഷൻ ആണ് ചോദിക്കുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗം എ എന്ന് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ഈ ചിത്രം വരച്ച് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു വാരികൾ ഇവിടെ ഏത് കൊടുത്ത് യെല്ലോ സ്പോട്ട് എഴുതാം. അല്ലാതെ എന്താ എഴുതരുത്? ഫംഗ്ഷൻ അല്ല അവിടെ എഴുതേണ്ടത്. പല പരീക്ഷകളിലും കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും എന്ത് ചെയ്യുന്നു? കുട്ടികൾ എല്ലാ ഭാഗം അറിയുന്ന ഭാഗമായിരിക്കും, എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി ഇതുപോലെ നിരത്തി അടയാളപ്പെടുത്തും. നിങ്ങളോട് ആകെ 3 ഭാഗമേ ചോദിക്കുള്ളൂ, 3 ഭാഗം. പക്ഷെ ഇതെല്ലാം അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളോട് എ ബി സി എന്ന് പറയും. എ ബി സി എന്ന് പറഞ്ഞ 3 ഫംഗ്ഷൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നോക്കുക. പ്രൊട്രൂഡിംഗ് പാർട്ട് ഓഫ് ഐ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിത്രം വരച്ച് എന്ത് ചെയ്യുക? ഇവിടെ ഒരു വര വരച്ചിട്ട് ഇവിടെ എ എന്ന് കൊടുക്കുക, എന്നിട്ട് കോർണിയ എന്ന് എഴുതുക. അത്ര എഴുതിയ മതി. അതിന്റെ ഫംഗ്ഷൻ ഒന്നും അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അത് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വേറെ ഭാഗം കാണപ്പെടുന്നത് കാണുന്നത് കൺജക്റ്റീവ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? കൺജക്റ്റീവ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കണ്ണിലെ ഏറ്റവും പുറത്തുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കണ്ണിന്റെ നമ്മുടെ ഇവിടെ ഒരു നനവ് എപ്പോഴും വെറ്റ് കണ്ടീഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് നമ്മുടെ കൺജക്റ്റീവ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ ലിഗമെന്റ്സ് കാണപ്പെടും. ലിഗമെന്റ്സ് ഇവിടെ എന്തുണ്ട്? ലിഗമെന്റ്സ് ഉണ്ട്. ലിഗമെന്റ്സ് സ്നായുക്കൾ കാണപ്പെടുന്നത്. ഈ ലെൻസിന് ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി സ്നായുക്കൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സീലിയറി മസിൽസ് കാണപ്പെടുന്നത്. സീലിയറി മസിൽസ് എന്താ? ഇതിനിങ്ങനെ അവിടെ ഫിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. സീലിയറി മസിൽസ്, ഇവിടെ സീലിയറി മസിൽസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട. ഇതിലെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഭാഗമാണ് സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, ദെൻ ഐറിസ്, പ്യൂപ്പിൾ, കോർണിയ. ഇത്രയും ഭാഗത്തിൽ ഏതെങ്കിലും 3 ഭാഗങ്ങളിൽ 3 ചോദിക്കുക. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും കണ്ണിലെ ഭാഗങ്ങൾ, പാർട്സ് ഓഫ് ഐ. ഓക്കെ ആണല്ലോ? കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് കണ്ണിലുള്ള 2 ചേമ്പേഴ്സ് ഉണ്ട്, 2 അറകളുണ്ട് അല്ലെ? 2 ചേമ്പേഴ്സ് കാണപ്പെടുന്നത്, 2 അറകൾ കാണപ്പെടുന്നത്. എന്താണ് ഈ അറകൾ, അല്ലെങ്കിൽ എന്താണ് ഈ ചേമ്പേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ് നോക്കാം. ഈ ചേമ്പേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? 2 ചേമ്പേഴ്സ് ആണ് കാണപ്പെടുന്നത് അല്ലെ? ശ്രദ്ധിക്കാം, നമ്മുടെ കോർണിയയ്ക്കും
ലെൻസിനും ഇടയിൽ, കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു അറയാണ്. ഈ അറയെ വിളിക്കുന്ന പേരാണ് അക്വസ് ചേംബർ എന്നാണ് പറയുന്നത്. അക്വസ് ചേംബർ. അക്വസ് ചേംബർ, അക്വസ് അറ. അക്വസ് ചേംബർ അഥവാ അക്വസ് അറ. ഇനി അതുപോലെ മറ്റൊരു അറയും കാണപ്പെടുന്നു. ഏതാണെന്ന് നോക്കൂ, വിട്രിയസ് അറ. അക്വസ് ചേംബർ, വിട്രിയസ് ചേംബർ എവിടെയാണെന്ന് നോക്കുക. ഏതാ? ഇൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്. കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ചേംബറാണ് അക്വസ് ചേംബർ. അതുപോലെ ലെൻസിന്റെയും നമ്മുടെ റെറ്റിന ദൃഷ്ടിപടലത്തിനും ഇടയിൽ കാണപ്പെടുന്ന വലിയ അറയാണ് ഇത് വിട്രിയസ് അറ, വിട്രിയസ് ചേംബർ. അപ്പൊ ഈ ചെറിയ അറയാണ് അക്വസ് ചേംബർ, വലിയ അറയാണ് വിട്രിയസ് ചേംബർ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഡിഫറൻസ് ഒക്കെ എന്താ പരീക്ഷയ്ക്ക് ചോദിക്കും. നോക്കുക എന്താ ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കും. എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ്, എന്താണ് ഇതിന്റെ പ്രത്യേകത. അക്വസ് ചേംബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അക്വസ് ചേംബറിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്, ഒരു ദ്രവം, ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് അക്വസ് ഫ്ലൂയിഡ്. അക്വസ് ചേംബറിൽ നിറച്ചിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ്? അക്വസ് ഫ്ലൂയിഡ് ആണ്. അക്വസ് അറയിൽ നിറച്ചിട്ടുള്ള ദ്രവം അക്വസ് ദ്രവമാണ്. വിട്രിയസ് അറയിൽ നിറച്ചിട്ടുള്ളത്, വിട്രിയസ് ചേംബറിൽ നിറച്ചു വെച്ചിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ്? വിട്രിയസ് ഫ്ലൂയിഡ് ആണ്. വിട്രിയസ് ഫ്ലൂയിഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കൂ. അക്വസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അക്വസ് ഫ്ലൂയിഡ് ഒരു വാട്ടർ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, ഒരു വെള്ളം പോലെയുള്ള പദാർത്ഥമാണ് ഇത് അക്വസ് അറ എന്ന് പറഞ്ഞാൽ. അക്വസ് അറയുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അവര് നമ്മളെ കണ്ണിലുള്ള സെൽസിൽ, കണ്ണിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുക, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ? അക്വസ് ചേംബറിന്റെ ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഓക്സിജനും ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യം, ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഈ വിട്രിയസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിട്രിയസ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ന്യൂട്രിയൻസ് നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അക്വസ് ഫ്ലൂയിഡ് അഥവാ അക്വസ് ദ്രവം എന്ന് പറയുന്ന ഈ ഒരു പദാർത്ഥം ഫോം ചെയ്യുന്നത് എവിടുന്ന? ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രക്തത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഈ ഫ്ലൂയിഡ്. ഇത് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററോട് കണക്ട് ചെയ്യാം. അവിടെയും നമ്മൾ ഇതേപോലെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നു, ന്യൂട്രിയൻസ് കൊടുക്കുന്നു, ബ്ലഡിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, ഇത് റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചു. എന്തായിരുന്നു ഉത്തരം? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് ഏതുള്ളത്? നമ്മുടെ രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് ഇത്. അത് എവിടെ കാണപ്പെടുന്നത്? ബിറ്റ്വീൻ മെനിഞ്ചസ് അല്ലേ? അതുപോലെ തന്നെ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ബ്ലഡിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് അക്വസ് ചേംബർ നിറച്ചു വെച്ചിട്ടുള്ള അക്വസ് ഫ്ലൂയിഡ്. അപ്പൊ ഈ അക്വസ് ഫ്ലൂയിഡ് വാട്ടർ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ന്യൂട്രിയൻസ് കണ്ണിലെ സെൽസിന് കൊടുക്കുന്നു, തിരിച്ച് എവിടേക്ക് കയറി പോകും? എങ്ങോട്ട് കയറി പോകും? ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് റീ അബ്സോർബ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓർത്തിരിക്കുക, സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇനി കണ്ണിലെ ഏറ്റവും വലിയ ചേംബർ, ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ അഥവാ വിട്രിയസ് ചേംബർ. ഈ വിട്രിയസ് ചേംബറിൽ നിറച്ചു വെച്ചിട്ടുള്ള ഫ്ലൂയിഡാണ് വിട്രിയസ് ഫ്ലൂയിഡ്. വിട്രിയസ് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിട്രിയസ് ഫ്ലൂയിഡ് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. നമുക്കറിയാം, ജെല്ലൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പൊ ഈ ജെല്ല് പോലെ ഒരു പദാർത്ഥമാണ്, ഈ ജെല്ല് പോലുള്ള ഒരു സംഭവമാണ് എവിടെ ഉള്ളത്? ഈ വിട്രിയസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കും അതിന്റെ ഫംഗ്ഷൻ? നമുക്കറിയാം, ഇതുപോലെ ഒരു സംഭവം വെറുതെ ഇങ്ങനെ വിളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തെങ്കിലും നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചുങ്ങിപ്പോകും അല്ലെ? ഇതിന്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഇതിനൊരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? വിട്രിയസ് ഫ്ലൂയിഡിൽ നിറച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടിന്റെയും ഫംഗ്ഷൻ മനസ്സിലായല്ലോ? ഒന്നെന്താണ്? ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒന്നെന്താണ്? മെയിൻറ്റെയിൻ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗവുമാണ് ഇത് വിട്രിയസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഇതിലെ കാര്യങ്ങൾ. കണ്ടിട്ട് സ്ട്രക്ചറിനെ കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും എല്ലാ ഭാഗങ്ങളുടെയും ധർമ്മവും ഓരോ ഭാഗം എവിടെയൊക്കെ കാണപ്പെടുന്നത് ലേബൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ.